ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ്. ഓക്കെ, അപ്പോൾ സെവൻത്തില് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിലെ വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മേജർലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മളൊരു ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻ സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് ഒരു രണ്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ തന്നെ അഡീഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അഡീഷൻ. യെസ്, അഡീഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ട് ഫ്രാക്ഷൻ എടുക്കുകയാണ്. രണ്ട് ഫ്രാക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന രണ്ട് ഫ്രാക്ഷൻസ് ലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2/3 അതുപോലെ തന്നെ 1/3 ഇത് രണ്ടും ആഡ് ചെയ്യാനാണ് എനിക്ക് തരുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ട് കേസിലും ഡിനോമിനേറ്റർ 3 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ലൈക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ നമുക്കറിയാം, ഡയറക്ട്ലി എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 2 + 1 3 ആണ്. 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് റൈറ്റ് ആൻസർ വരും. വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5/2 പ്ലസ് ഒരു 7/2 അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്. ദാറ്റ് മീൻസ് ലൈക്ക് ഫ്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഡയറക്ട്ലി നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. 5 + 7 എന്ന് പറയുമ്പോൾ 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് മീൻസ് 6 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആൻസർ വരാം. ഇനി നമുക്ക് ലൈക്ക് അല്ലാത്ത രണ്ട് ഫ്രാക്ഷൻ നമുക്ക് തരാണെന്ന് വിചാരിച്ചു. ലൈക്ക് അല്ലാത്ത രണ്ട് ഫ്രാക്ഷൻ തരാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് 2/7 പ്ലസ് 1/14 ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യാൻ തരുന്നത്, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു ലൈക്ക് ഫ്രാക്ഷൻ അല്ല, കാരണം ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ല. അപ്പൊ ഇവിടെ ഇനിയും നമുക്ക് രണ്ട് മെത്തേഡിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നിക്ക് LCM മെത്തേഡിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഡൗട്ട് ഉണ്ടായിരിക്കും, ഏത് കേസസിലാണ് നമ്മൾ LCM മെത്തേഡ് പ്രിഫർ ചെയ്യുക? രണ്ടും ആൻസർ കറക്റ്റ് തന്നെയാണ് വരിക. അതായത് ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വേറെ ആൻസർ, ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വേറെ ആൻസർ, അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു എക്സാം POV നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ടൈം ഒരു മാറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത് ഒബ്വിയസ്ലി ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് ഓൾറെഡി ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് പ്രിഫർ ചെയ്യണം? LCM ചെയ്യണോ, അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ? ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും കൂടി LCM ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ LCM മെത്തേഡാണ്. അപ്പോൾ ഇവിടെ 14 ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ 7 ആണ്. ഇതിന്റെ രണ്ടിന്റെയും LCM എന്ന് പറയുന്നത് 14 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 14 ആണ്, അതിനെ മാറ്റാനൊന്നുമില്ല. ഇവിടെ 7നെ 14 ആക്കണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിനെയും അതേപോലെ ഡയറക്ട്ലി എന്ത് ചെയ്യുക, 2 കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും, 4 ഡിവൈഡഡ് ബൈ 14 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 14 എന്നായിട്ട് മാറും. ഓക്കെ, ഇപ്പൊ എന്തായിട്ട് മാറി, ഒരു ലൈക്ക് ഫ്രാക്ഷൻ ആയിട്ട് മാറി. ലൈക്ക് ഫ്രാക്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ അറിയാം. 5 ഡിവൈഡഡ് ബൈ 14 ആണ് അല്ലേ. 4 + 1 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 14 ആണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ചില കേസിൽ നമുക്ക് LCM മെത്തേഡ് അത്ര ഫീസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത്ര ഈസിലി ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1/7 പ്ലസ് 2/9. ഓക്കെ, അപ്പോൾ ഇവിടെ LCM മെത്തേഡിനെക്കാളും നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ആദ്യം ഈ ഒരു ഡിനോമിനേറ്റർ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 × 9 പ്ലസ് ഇനി ഒരു 7 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 × 7. ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പ്ലസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഈ രണ്ട് നമ്പറിനെയും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 × 9 എന്ന് പറയുന്നത് 9 ആണ്. പ്ലസ് 2 × 7 14 ആണ്. ഡിവൈഡഡ് ബൈ 7 × 9. 7 × 9 എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ, അപ്പോൾ 14 + 9 എന്ന് പറയുന്നത് 23 ആണ്. ഡിവൈഡഡ് ബൈ 63 ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അഡീഷൻ വരുന്നത്. അതായത് രണ്ട് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആഡ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ സബ്ട്രാക്ഷന്റെ കേസിലോട്ട് പോവാണ്. സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ സബ്ട്രാക്ഷന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത്, മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷനിൽ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു മെത്തേഡ് ഒക്കെ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷന്റെ കേസിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 2/3
-1/3 ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് സബ്ട്രാക്ഷൻ നടത്താം. അപ്പൊ 2 - 1 എന്ന് പറയുമ്പോൾ 1 ആണ്, 1 ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുക, 3 ആണ്, 1/3 ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ അഡീഷന്റെ കേസിൽ LCM മെത്തേഡ് ഉപയോഗിച്ചിരുന്നത്, സബ്ട്രാക്ഷന്റെ കേസിൽ ആ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2/7 മൈനസ് ഒരു 1/9 നമുക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചോ. നമ്മൾ ആകെ ഇവിടെ മൈനസ് ആയി എന്നുള്ളൊരു മാറ്റമാണ് അല്ലേ അവിടെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ 9 × 2 നമുക്ക് 18 വന്നു, -7 × 1 7 ആണ്, ഡിവൈഡഡ് ബൈ 7 × 9 63 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് 11/63. അപ്പൊ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഇവിടെ പ്ലസ് ആയിരുന്നു അഡീഷന്റെ കേസിലാണെങ്കിൽ, നമുക്ക് സബ്ട്രാക്ഷന്റെ കേസിലാവുമ്പോൾ അവിടെ ഒരു മൈനസ് ആയിട്ട് മാറും. ബാക്കിയുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്, എക്സാക്ട്ലി സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും തന്നെ അവിടെ നമുക്ക് വരുന്നില്ല. ഇനിയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ ഡിവിഷന്റെയും കേസിലോട്ട് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലോട്ട് ആദ്യം പോവാണ്. രണ്ട് ഫ്രാക്ഷൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു 5/3 ഇൻറ്റു ഒരു 7/8. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആക്ച്വലി വളരെ വളരെ ഈസിയാണ്. ഡയറക്ട്ലി നിങ്ങൾ ന്യൂമറേറ്ററിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞങ്ങൾ ഇങ്ങനെ എഴുതാം, അതൊന്ന് സിമ്പിൾ ആക്കിയിട്ട് 5 × 7 ഡിവൈഡഡ് ബൈ 3 × 8 ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. 5 × 7 എന്ന് പറയുന്നത് 35 ആണ്, ഡിവൈഡഡ് ബൈ 3 × 8 എന്ന് പറയുന്നത് 24 ആണ്. സോ 35 ഡിവൈഡഡ് ബൈ 24 ആയിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ചില കേസസിൽ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടർ ഉള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും, മണ്ണല്ലാത്ത വേറെ കോമൺ ഫാക്ടർ ഉള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇപ്പോ 9 × 7 ഡിവൈഡഡ് ബൈ 27 × 5. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 9/7 × 5 ഡിവൈഡഡ് ബൈ 27. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് അതിനിങ്ങനെ എഴുതി കൂടെ, 9 × 5 ഡിവൈഡഡ് ബൈ 7 × 27. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 9 ഉം 27 എന്താണ് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, 1 അല്ലാത്ത വേറെയും കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം, ഏത് 3 ഒരു ഫാക്ടർ ആണ്, അതുപോലെ തന്നെ 9 ഒരു ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ 9 ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇവിടെ എത്ര 9 ഉണ്ട്, 9 ഡിവൈഡ് ബൈ 9 1 ആണ്, 27 ഡിവൈഡ് ബൈ 9 3 ആണ്. അപ്പൊ എന്താ ആൻസർ വരിക, 1 × 5 ഡിവൈഡഡ് ബൈ 7 × 3 21 അല്ലേ. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 21 ആണ് നമുക്ക് അവിടെ ശരി ഉത്തരമായിട്ട് വരാം. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ഡയറക്ട്ലി കട്ട് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ, ഇങ്ങനെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യണം എന്ന് ആദ്യം തന്നെ നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. 9 × 5 എന്ന് പറയുന്നത് 45 ഡിവൈഡഡ് ബൈ 7 × 27. 7 × 27 എത്രയാന്നുള്ളത് കാണാം. 7 × 20 എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, ഇനി 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. സോ 189 ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. സോ ഡിവൈഡഡ് ബൈ 189 എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ആൻസറിലോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ കൃത്യമായിട്ട് എത്തും. അപ്പൊ ആദ്യം തന്നെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഒരു കണക്കിന് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും കൂടി ഈസി ആക്കി, ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏത് രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വിചാരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 17 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 63 ഡിവൈഡഡ് ബൈ 68. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം, 17 × 63 ഡിവൈഡഡ് ബൈ 7 × 68. ഓക്കെ, 7ൽ എത്ര 7 ഉണ്ട്, 1 ആണ്. 63ൽ എത്ര 7 ഉണ്ട്, 9 ആണ്. ഇനി 17ൽ എത്ര 17 ഉണ്ട്, 1 ആണ്. 64ൽ എത്ര 17 ഉണ്ട്, 4 ആണ്.
നമ്മളെ ആൻസർ എന്തായി 1 into 9 ഡിവൈഡഡ് ബൈ 1 into 4. ഓക്കെ, 1 into 9 ഡിവൈഡഡ് ബൈ 1 into 4 ആയി. 1 into 9 എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 1 into 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 9 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളൊരു ഫൈനൽ ആൻസറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് കേസ് ആണ്. ലാസ്റ്റ് നമുക്ക് ഡിവിഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡിവിഷന്റെ കേസും കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഡിവിഷൻ ഡിവിഷൻ ആണ് നമുക്ക് ലാസ്റ്റ് കേസിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ അവിടെ ചെയ്യുന്നത്, അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 5 divided by 3 divided by 1 divided by 2. ഓക്കെ, അപ്പോൾ 1/2 അല്ലെ രണ്ടാമത്തെ ടേമിന്റെ റെസിപ്രോക്കൽ. 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 2/1 ആണ്. നമ്മൾ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ 5/3 into 2/1. ഓക്കെ, 5 into 2 ഇപ്പൊ നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയി. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയുന്നതാണ്. 5 into 2 10 ഡിവൈഡഡ് ബൈ 3 into 1 3. ഇപ്പൊ 10/3 ആണ് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെയും വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 5 divided by 3 divided by 27/8. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ടാവോ, ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിച്ച് ഡയറക്റ്റ്ലി എന്ത് ചെയ്യരുത്, നമ്മൾ സിംപ്ലിഫൈ ചെയ്യരുത്. കാരണം എന്താ, ഇത് ഡിവിഷൻ ആണ്, റെസിപ്രോക്കൽ ആണ്. ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, ഇത് 5/3 into 8/27 എന്നാണ് വരിക. അൾട്ടിമേറ്റ്ലി നമുക്ക് ഇവിടെ ഈ 3നെയും 27നെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് രണ്ടും ഡിനോമിനേറ്റർ തന്നെയാണ് എന്ത് ചെയ്യുക, നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇനി നേരെ മറിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് വന്നു. ഓക്കെ, 8/27 ആയി, 8 divided by 27 ആയി, 8 divided by 27 ആയി. അപ്പൊ എന്തായിട്ട് മാറും, 5/3 into 27 divided by 8. ഓക്കെ അല്ലേ, ദാറ്റ് മീൻസ് 5 into 27 divided by 3 into 8 എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 27 എത്ര 3 ഉണ്ട്, 9 ആണ്. 3 എത്ര 3 ഉണ്ട്, 1 ഉണ്ട്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ 5 into 9 45 ആണ്, ഡിവൈഡഡ് ബൈ 1 into 8 8. ഇനി ഇവിടെയും നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാതെ 5 into 27 എത്രയെന്ന് കണ്ടെത്തി അതിന്റെ ആൻസർ എഴുതി, ഡിവൈഡഡ് ബൈ 3 into 8 24 ആണ്. അങ്ങനെ ചെയ്ത് പിന്നെ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 5 into 27 എന്ന് പറയുമ്പോൾ 135 ആണ്, ഡിവൈഡഡ് ബൈ 3 into 8 എന്ന് പറയുന്നത് 24 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫൈനൽ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ചെയ്യുന്നത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഫ്രാക്ഷന്റെ കേസിലുള്ള മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഡിവിഷനും ഒക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ എല്ലാ മെത്തേഡും നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് നമ്മൾ അതിലൂടെ പോയി നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.